4 പട്ടികളിലെ ഒരു രണ്ട് പട്ടി ഒരു ആടിന്, 2 പട്ടി ഒരു ആടിന്, അങ്ങനെയായിരുന്നു. ഒരാടിന് നല്ലോണം കടിച്ചു പോകണം. ഞാൻ അവിടെ അടുക്കളേൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു ആടിനെ നായ്ക്കൾ കടിക്കുന്നുണ്ടെന്ന്. വന്ന് നോക്കിയപ്പം ഒരു കാപ്പി ആടുണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു കാപ്പിനെ കടിക്കണാണ് കണ്ടത്. അപ്പോൾ ഞാൻ ആട്ടാൻ നോക്കിയപ്പോൾ 4 നായ്ക്കളും എൻ്റെ നേരെ ചരച്ച് നേരെ പിന്നാലെ വന്ന് എന്നെ ആട്ടാൻ നോക്കിയപ്പോൾ കാലുമൊക്കെ മുറിയായി. പിന്നെ ഞാനൊന്നും നോക്കിയാൽ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഈ വെള്ള ആടിനെ കടിക്കണേ. അപ്പോൾ ഒന്നും നോക്കിയില്ല. എന്നെ കൊണ്ടാണ് ഇതൊക്കെ ഞാൻ ആട്ടി നോക്കിയത്. അപ്പോൾ പിന്നെ പാടത്തുനിന്ന് ഒരാൾ വരെ കുട്ടികളെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ നായ്ക്കൾ കടിക്കുന്നുണ്ട് പറഞ്ഞ്. വന്ന് നോക്കിയപ്പോൾ ആട്ടാനൊക്കെ നോക്കി. ഐറ്റങ്ങളുണ്ട് ഇവിടെ തൊടുവിൽ തന്നെ ഇങ്ങനെ നിൽക്കുക, പോകുന്നില്ല. പിന്നെ കണ്ണ് ഇവരൊക്കെ വിളിച്ച് വരുത്തി. കുട്ടികൾ രാത്രി ഇവിടെ വരലുണ്ട്. നായ്ക്കൾ ഭയങ്കര ശല്യമാണ്. തോത്തിൻ്റെ ചുറ്റോറവും ഒക്കെ നായ കൊണ്ട് ശല്യങ്ങളാണ്. കുട്ടികൾ മദ്രസ പോകുമ്പോഴൊക്കെ ഭയങ്കര ഇടങ്ങാറാണ്. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Jam June Hypermarket, exceeding expectations. Beauty Mark Gold and Diamonds, specially for you. പെരിന്തൽമണ്ണയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. പെരിന്തൽമണ്ണ പൂപ്പലത്ത് വീട്ടിൽ വളർത്തുന്ന ആടുകളെ തെരുവുനായകൾ ആക്രമിച്ചു. തെരുവുനായകളുടെ ആക്രമണം മൂലം പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നാട്ടുകാർക്ക്. തെരുവുനായ ശല്യം രൂക്ഷമാവുമ്പോൾ യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാർ. ഞായറാഴ്ച ഉച്ചയ്ക്ക് പൂപ്പലത്താണ് ആടുകളെ തെരുവുനായകൾ ആക്രമിച്ചത്. പൂപ്പലം AMUP സ്കൂളിന് സമീപത്താണ് സംഭവം. ആലിക്കത്തൊടി അൻസാറിന്റെ വീട്ടിൽ വളർത്തുന്ന 2 ആടുകളെയാണ് തെരുവുനായകൾ ആക്രമിച്ചത്. ഒരാടിന്റെ ചെവിയിലും കാലിലും മറ്റൊരാടിന്റെ കഴുത്തിലുമാണ് 4 നായകൾ ചേർന്ന് ആക്രമിച്ചത്. ആടുകളെ പുല്ല് തീറ്റിക്കുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ആടുകൾക്ക് നേരെ നായയുടെ ആക്രമണമുണ്ടായത്. ആടുകളുടെ കൂടെയുണ്ടായിരുന്ന ഉടമ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വിദേശ ഇനത്തിൽപ്പെട്ട കോഴികളെയും തെരുവുനായകൾ ആക്രമിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്കൂളും മദ്രസയും ഈ ഭാഗത്തുള്ളതിനാൽ നിരവധി കുട്ടികളാണ് ദിവസവും ഈ വഴി പോകാറുള്ളത്. കൂട്ടമായും അല്ലാതെയും ആക്രമിക്കാനെത്തുന്ന തെരുവുനായകളെ ഭയന്ന കുട്ടികളെ പുറത്തേക്കിറക്കുവാൻ പോലും ഭയമാണ് ഇവിടെയുള്ളവർക്ക്. ജീവനും സ്വത്തും അപകടത്തിലാക്കിക്കൊണ്ട് വലിയ തോതിലാണ് തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്നത്. തെരുവുനായകളുടെ ആക്രമണം തുടരെ ആവർത്തിക്കുമ്പോഴും ഇതിനെതിരെ യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ സ്കൂട്ടി രാത്രി വന്നുകൊണ്ട് സ്കൂട്ടിയൊക്കെ കടിച്ച് നായ്ക്കൾ കടിച്ച് കേടെത്തിക്കണം. പിന്നെ ചെരുപ്പുകളൊക്കെ കടിച്ച് കേടെത്തി. അവിടെ പുതിയ സ്കൂട്ടി ആയിരുന്നു, അതൊക്കെ കടിച്ച് കേടെത്തി. ഇങ്ങനെ വരമ്പൂരാണ് അത് സംഭവം. മോളും ഇങ്ങനെ ആടുകളെ കടിച്ച് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാനും അങ്ങോട്ട് പെട്ടെന്ന് ഇവിടെ ആളില്ലായിരുന്നു വണ്ടിയതാണ്. രാത്രി ഭയങ്കര ശല്യമാണ്. നായ്ക്കൾ വെച്ചാൽ വരും ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് നായ്ക്കളെ കൊണ്ട്. തെരുവുനായകളുടെ ആക്രമണം മൂലം പുറത്തേക്കിറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇവിടെയുള്ളവർക്ക്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.